ഹലോ എവരി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഞാൻ ഇന്ന് കൂർക്ക വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. കൂർക്ക വെച്ചിട്ട് നല്ല ബീഫ് കറി ഉണ്ടാക്കുന്ന പോലത്തെ ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് ബീഫ് കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ ബീഫില്ല എന്നുള്ളൂ കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോഴേ ബീഫാണെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി, അപ്പോൾ കുഴപ്പമില്ലല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറല്ലേ? അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, തേങ്ങ വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങയ്ക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റും മണവും ഉണ്ടാവും എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പം നമുക്ക് ഒരു ഫുള്ള് കൈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ മുരിച്ചെടുക്കാം. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അളവൊക്കെ ഞാൻ ഇതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും വേണ്ടവർക്ക് ചേർക്കാം, പക്ഷേ സവോള ആകുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് അരിഞ്ഞെടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് സവോള ചേർത്തിട്ട് കുറച്ച് ഉപ്പ് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്നിടം വരെ ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കി സംഗതികളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. ഇനി നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, പിന്നെ അതിന് പകരം മീറ്റ് മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ബീഫിൻ്റെ ഫ്ലേവർ കൊണ്ടുവരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണ് 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ഫുള്ള് സ്പൂണ് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പെരിഞ്ജീരകപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് നോൺ വെജിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാണ്ട് നല്ലപോലെ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിത് ഏകദേശം ഇപ്പം ഇവിടെ മൂപ്പെത്തിയിട്ടുണ്ട് മസാലയുടെ. അപ്പം നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ച കൂർക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് 1/2 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. കൂർക്ക 2 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തു. നമുക്കിനി കൂർക്ക വേവിച്ച കൂർക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൂർക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാൻ കൂർക്ക വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കറിയിലേക്ക് ഉപ്പിടുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ നല്ലോണം ഡ്രൈ ആയിപ്പോയില്ലേ, അപ്പോൾ ഒരു ചെറിയ ചാറോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ചെറുതായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ തേങ്ങ ഞാൻ ഇത്രയും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇത്രയും വേണ്ടെങ്കിൽ പകുതിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കൂർക്കയുടെ കൂടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള തേങ്ങാക്കൊത്ത് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രയും നല്ലതാണ്, മുടിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ കറിവേപ്പിലൊക്കെ അത്യാവശ്യം നല്ലപോലെ ചേർത്തിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂർക്ക ഉലർത്തിയത് ഫുള്ള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ്. എനിക്ക് തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കാനുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ കൂർക്ക ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും അവരവരുടെ വീടുകളിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ എന്നോട്.
ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയൂ കേട്ടോ, ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിനി എൻ്റെ ഹസ്ബൻഡിനുള്ള ലഞ്ച് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് മട്ടേരി ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മട്ടേരി ചോറും പിന്നെ അതിൻ്റെ കൂടെ അരിനെല്ലിക്കയുടെ അച്ചാറുണ്ട്, പിന്നെ പരിപ്പും ചീരയും കൂടി കറി വെച്ചതുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ വഴുതനങ്ങ തോരനുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള കൂർക്ക ഉലർത്തിയതും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് ഇതിൽ നല്ലൊരു വിഭവമായിട്ട് അടുത്ത തന്നെ കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടു കൂടി ജീവിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.